മറ്റത്തൂരിൽ കോൺഗ്രസിൽ സമവായം. ബിജെപി പിന്തുണയിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായ നൂർജഹാൻ നവാസ് ഇന്ന് രാജിവെക്കും. കെപിസിസി പ്രസിഡന്റ് ഇടപെട്ട് വിമത വിഭാഗം നേതാക്കളുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. വർഗീയ കക്ഷികളുമായി കൂട്ടുകൂടില്ല എന്നാണ് പാർട്ടി നിലപാടെന്ന് ഡിസിസി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. പാർട്ടിയുടെ നിലപാട് പാർട്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ നിലപാട് എന്താണ്? വർഗീയ പാർട്ടികളുമായി യാതൊരു നിലയ്ക്കും കൂട്ടുചേരാൻ പാടില്ല. ആ നിലപാടിൽ തന്നെയാണ് പാർട്ടി അന്നും ഇന്നും. അപ്പൊ അവിടെ തെറ്റുപറ്റിയത് ആർക്കാ? അംഗങ്ങൾക്കാണ്. അത് റെക്ടിഫൈ ചെയ്യണം. ജനങ്ങളോട് വിളിച്ചു പറയണം, ഞങ്ങൾക്ക് തെറ്റുപറ്റി, പാർട്ടിയോട് ഏറ്റുപറയണം. തെറ്റ് തിരുത്തി വരുന്ന ആരെയും പാർട്ടി സ്വീകരിക്കും. പാർട്ടിയുടെ നയങ്ങളിൽ നിന്ന് പ്രവർത്തിക്കാൻ തയ്യാറായ ആരെയും പാർട്ടി സ്വീകരിക്കും. അതാണ് പാർട്ടി ലൈൻ. നടരാജ് പരശുറാം തുടരുന്നുണ്ട്. നടരാജ്, കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഇത് തന്നെയാണ് ചർച്ചാ വിഷയം. ആകെ കൂടെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇപ്പോഴിതാ ഡിസിസി പ്രസിഡന്റ് പറയുന്നു, തെറ്റ് ഏറ്റു പറഞ്ഞു വന്നാൽ തിരിച്ചെടുക്കാൻ സ്വീകരിക്കാൻ പാർട്ടി തയ്യാറാണ് എന്ന്. വിമത വിഭാഗം തയ്യാറാണോ തെറ്റേറ്റു പറയാൻ? മറ്റത്തൂർ പ്രശ്നത്തിൽ നിന്നും എങ്ങനെയെങ്കിലും മോചനം തേടണമെന്നുണ്ട് പാർട്ടിക്കുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസിന് ഇലക്ഷനൊക്കെ വരുമ്പോൾ ഇതൊരു നാണക്കേടായി ഇങ്ങനെ നിൽക്കുകയാണ്. ബിജെപിയുമായി കൈകോർത്തു എന്നുള്ള ആരോപണം വലിയ രീതിയിൽ നിൽക്കുന്നു. പക്ഷേ ഇപ്പോഴും കോൺഗ്രസ് ആവർത്തിക്കുന്ന ഒരു ലൈൻ എന്ന് പറയുന്നത് ബിജെപിയുമായുള്ള കൈകോർക്കലല്ല, കോൺഗ്രസ് വിമതന്മാർ നിർത്തിയ ഒരു സ്ഥാനാർത്ഥിക്ക് ബിജെപിക്കാർ വോട്ട് ചെയ്തതാണ് അവിടെ ഉണ്ടായതെന്നും ഒരാൾ പോലും ബിജെപിയിലോട്ട് പോയിട്ടില്ല എന്നുമാണ് നേതൃത്വം ആവർത്തിക്കുന്നത്. ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നമായി ഡിസിസി വെക്കുന്ന ഒരു നിലപാട്. ഡിസിസി വിമതന്മാരും തമ്മിലുള്ള പ്രശ്നമാണ് മറ്റത്തൂരിൽ ഇങ്ങനെ ഒരു കലഹത്തിലേക്ക് തന്നെ പോയത്. ഇതിൽ ഡിസിസി എടുക്കുന്ന നിലപാടെന്ന് പറയുന്നത് ഈ വിമതന്മാരുടെയും ബിജെപിയുടെ പിന്തുണയോടുകൂടി ജയിച്ച പ്രസിഡന്റും വൈസ് പ്രസിഡന്റും രാജിവെക്കണം. അതാണ് നിലപാടെന്ന് ഇന്നും ജോസഫ് ടാജറ്റ് ആവർത്തിച്ചിട്ടുണ്ട്. ഇതിലൊരു പ്രായോഗിക പ്രശ്നമുണ്ട്. വിമതയാണ് പ്രസിഡന്റായി ജയിച്ചു കയറിയത്. വിമത കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച ആളല്ല. വിമതയെ കൊണ്ട് രാജിവെക്കാൻ പറയുകയോ രാജിവെപ്പിക്കുകയോ സാധ്യമല്ല. അവർ സ്വയം അത് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. പക്ഷേ വൈസ് പ്രസിഡന്റ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്നു. വൈസ് പ്രസിഡന്റിനോട് രാജിവെപ്പിക്കാൻ കോൺഗ്രസിന് കഴിയും. വിമതർ ആ നിലയ്ക്ക് ചർച്ച നടത്തിയൊരു ധാരണയിൽ എത്തിയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ വൈസ് പ്രസിഡന്റ് ഇന്ന് രാജിവെച്ചേക്കുമെന്നാണ് അറിയുന്നത്. ഇത് നേതൃത്വം നടത്തിയ സമവായ ചർച്ചയിലാണ് ഇത്തരത്തിൽ രാജിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത്. ഇവർ രാജിവെക്കുന്നതോടുകൂടി മറ്റംഗങ്ങളും തങ്ങളുടെ തെറ്റ് ഏറ്റുപറയുമെന്നുള്ളതാണ് ധാരണ. പാർട്ടിയെ ധിക്കരിച്ച് പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് പോയത് തങ്ങൾ വിചാരിച്ച കാര്യമല്ല, തെറ്റുപറ്റിപ്പോയതാണെന്ന് ഏറ്റുപറയുന്നതോടുകൂടി തെറ്റുപറ്റിയെന്ന് സമ്മതിക്കുന്നവരോട് ക്ഷമിച്ച് പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കാം എന്നുള്ളതാണ് ഇത്തരത്തിൽ കോൺഗ്രസ് ഇടുന്ന പദ്ധതി. അതുകൊണ്ട് തന്നെ അത് സംസ്ഥാന നേതൃത്വത്തിനും അത് സമ്മതമാണ്. ഈ വിഷയം ഇങ്ങനെ നീറി നിൽക്കുന്നത് പാർട്ടിക്ക് ഗുണം ചെയ്യില്ല എന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ കെപിസിസി പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ റോജി എം ജോൺ MLA കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വിമതരുമായി എടുത്ത ചർച്ചയിലാണ് ഈ ധാരണയായിട്ടുള്ളത്. ഇന്ന് തന്നെ വൈസ് പ്രസിഡന്റ് രാജി ഉണ്ടാകാനാണ് സാധ്യത. അത് ഉണ്ടാകുന്ന പക്ഷം മറ്റുള്ളവരും തെറ്റേറ്റു പറയുകയും വരും ദിവസങ്ങളിൽ അവരെ പാർട്ടി ചിട്ടവട്ടങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുമെന്നാണുള്ളത്. ജോസഫ് ടാജറ്റ് ഇക്കാര്യത്തിൽ പറഞ്ഞ തന്റെ നിലപാട് നേരത്തെ പറഞ്ഞാണെങ്കിൽ കൂടി കൂടണയാൻ കോൺഗ്രസിലേക്ക് എന്നുള്ള തീം കാലങ്ങളായി തങ്ങൾ പറഞ്ഞു വരുന്നതാണ്. ആർക്കും തെറ്റേറ്റു പറഞ്ഞ് കോൺഗ്രസിലേക്ക് തിരിച്ചു വന്നാൽ സ്വീകരിക്കും എന്നുള്ള നിലപാട് ഡിസിസി പ്രസിഡന്റ് വ്യക്തമാക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രശ്ന പരിഹാരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് മനസ്സിലാക്കാം.